Welcome to Srinarayana Guru Open University degree classes. Now we are studying Introduction to Mass Communication, Block 4, Unit 2, Psychological Theories. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കഴിഞ്ഞ ബ്ലോക്ക്, അതായത് ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഫോർത്ത് ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഏതാനും സിദ്ധാന്തങ്ങളായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഏതാനും സൈക്കോളജിക്കൽ തിയറീസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് തിയറി ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറിയാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി നമ്മുടെ ഈ മാധ്യമങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. നോക്കാം. The individual difference theory suggests that media message do not affect all individuals in the same way because people have unique characteristics, backgrounds and psychological traits that influence how they perceive and respond to the media content. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. ഈ സൈക്കോളജിക്കൽ തിയറി പറയുന്നത്, അല്ലെങ്കിൽ മീഡിയയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി പറയുന്നത്, ഓരോ ഇൻഡിവിജ്വലും യുണീക്ക് ആണ്. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽസ് ആർ ഡിഫറൻസ്. സോ അതുകൊണ്ട് തന്നെ ഓരോ കണ്ടന്റും, അല്ലെങ്കിൽ മീഡിയയിൽ വരുന്ന ഓരോ കണ്ടന്റും ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തികളെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്. മറിച്ച് എല്ലാവരിലും ഒരു പ്രോഗ്രാം എല്ലാവരെയും ഒരുപോലെ അല്ല സ്വാധീനിക്കുന്നത് എന്നാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. ഇൻഡിവിജ്വൽസ് എന്താണ്, ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഓരോ മീഡിയയുടെയും അല്ലെങ്കിൽ ഓരോ മീഡിയ കണ്ടന്റും ഓരോ ഇൻഡിവിജ്വലും ഓരോ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. ഇനി ഇതിന്റെ കീ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഓഡിയൻസ് ഡൈവേഴ്സിറ്റി തന്നെയാണ്. ബിക്കോസ് ഓഡിയൻസ് ഒരു ഹെട്രോജീനിയസ് ക്യാരക്ടറാണ്. അതായത് എല്ലാവരും ഹോമോജീനിയസ് അല്ല, ഒരേപോലെ അല്ല. എല്ലാവരും അവരുടേതായ ഫീച്ചേഴ്സ് ഉള്ള യുണീക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെന്റ് ഡീമോഗ്രാഫിക് സ്ട്രക്ചേഴ്സ് ആണുള്ളത്. പല ഏജിലുള്ളവര്, പല ജെൻഡറിലുള്ളവര്, പല എഡ്യൂക്കേഷൻ ലെവലിലുള്ളവര്, സ്റ്റാറ്റസിലുള്ളവരൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ അവരുടേതായ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവരുടേതായ രീതികളും ജീവിത വീക്ഷണങ്ങളും ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമിനെ, ഒരു മീഡിയ കണ്ടന്റിനെ എല്ലാവരും ഒരുപോലെ അല്ല സ്വീകരിക്കുന്നത്. സിമ്പിൾ. ദെൻ നെക്സ്റ്റ് ഈസ് സെലക്റ്റീവ് എക്സ്പോഷർ ആൻഡ് പെർസെപ്ഷൻ. അതായത് individuals seek out media content that aligns with their pre-existing belief and their interests. അതായത് ആളുകൾക്ക് അവരുടെ മുൻപേ തൊട്ട് അവര് ഫോളോ ചെയ്യുന്ന ചില വാല്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചാണ് അവര് മീഡിയ കണ്ടന്റ് ഉൾക്കൊള്ളുന്നത്. എന്ന് വെച്ചാല് ചില സിനിമകൾ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. ബിക്കോസ് അത് നമ്മുടെ ജീവിതവുമായിട്ട് വളരെയേറെ അകലെയുള്ള, അല്ലെങ്കിൽ ഒരു സാമ്യവും നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? അത് നമ്മൾ കണ്ട ആളുകളുമായിട്ടോ, അല്ലെങ്കിൽ നമുക്ക് പരിചിതരായ ചില ആളുകളുടെ മുഖങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ ചില ജീവിത സാഹചര്യങ്ങളോ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളുമായി ഒത്തു നിൽക്കുന്ന എലമെന്റ്സ് ഒക്കെ അതിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മൾ അതുമായിട്ട് നമുക്ക് പെട്ടെന്ന് അസിമിലേറ്റ് ആവുന്നതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ അത് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഒരു സിനിമ എല്ലാവരും ഒരുപോലെ അല്ല സമീപിക്കുക. സോ ഒരു മീഡിയ കണ്ടന്റിനെ എല്ലാവരും ഒരുപോലെ അല്ല സമീപിക്കുന്നത് എന്നർത്ഥം. ദെൻ സെലക്റ്റീവ് എക്സ്പോഷർ ആൻഡ് പെർസെപ്ഷൻ ആണ് മറ്റൊന്ന്. അതായത് ഇൻഡിവിജ്വൽ സീക്ക് ഔട്ട് മീഡിയ കണ്ടന്റ് ദാറ്റ് അലൈൻ വിത്ത് ദെയർ പ്രീ എക്സിസ്റ്റിംഗ് ബിലീഫ്സ്. അതായത് ഒരു മുൻപേ നിൽക്കുന്ന ഐഡിയകളുമായിട്ടാണ് അവരതിനെ റിലേറ്റ് ചെയ്യുന്നത്. ദെൻ ഡിഫറെന്റ് എഫക്റ്റ് ആണ് മറ്റൊന്ന്. ഡിഫറെന്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ മീഡിയ ഇൻഫ്ലുവൻസ് പീപ്പിൾ ഡിഫറെന്റ്ലി. സം മേ ബി മോർ ഇൻഫ്ലുവൻസ്ഡ് ബൈ മീഡിയ while others remain unaffected. അതായത് ചില ആളുകളെ മീഡിയ നന്നായിട്ട് സ്വാധീനിക്കാറുണ്ട്, ചില ആളുകളെ അത്രയൊന്നും സ്വാധീനിക്കാറില്ല. ഇപ്പോ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ചില ആളുകൾ സ്മാർട്ട് ഫോണിൽ വല്ലാതെ അഡിക്റ്റഡ് ആയിരിക്കും, എന്നാൽ ചിലർക്ക് അത് അത്ര വലിയ സ്വാധീനമൊന്നും അവരിൽ ഉണ്ടാക്കാറില്ല. അതൊക്കെ എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സിദ്ധാന്തമാണ് എന്ത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി. ഓരോ വ്യക്തിയും യുണീക്ക് ആണ്, ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്, ഹെട്രോജീനിയസ് ആണ്. they are representing different demographic type. So അവരുടെ ഇമോഷൻസും അല്ലെങ്കിൽ അവരുടെ ജെൻഡറും ഫിനാൻഷ്യൽ സെറ്റപ്പും എഡ്യൂക്കേഷനും എവറിത്തിങ് വിൽ ബി ഡിഫറെന്റ്. ദാറ്റ്സ് വൈ അവര് അബ്സോർബ് ചെയ്യുന്ന കണ്ടന്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും.
ദെൻ നെക്സ്റ്റ് ഈസ് സെലക്റ്റീവ് എക്സ്പോഷർ. അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് സെലക്റ്റീവ് എക്സ്പോഷർ ആണ്. Selective exposure is a psychological and communication theory that explains how individuals prefer and actively seek information or media content that align with their pre-existing belief, values, attitudes while avoiding content that challenge the contradicts them. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ഏതൊരു വ്യക്തിയും സെലക്റ്റീവ് ആയിട്ടാണ് ഒരു മീഡിയ കണ്ടന്റിനെ സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് മുൻപേ ഉള്ള വിവരങ്ങളും അല്ലെങ്കിൽ മുൻപേ ഉള്ള എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് ഒത്തു നിൽക്കുന്നതിന് മാത്രം നമ്മൾ സ്വീകരിക്കുകയും മറ്റുള്ളതിനെ റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിരാകരിക്കുന്ന ഒരു ടെൻഡൻസി ഓരോ ഓഡിയൻസിനും ഉണ്ട് എന്നതാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. അതായത് ഒരു സെലക്റ്റീവ് എക്സ്പോഷർ ആണ് വരുന്നത് എന്നാണ് പറയുന്നത്. നമുക്കിനി ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കോഗ്നിറ്റീവ് കൺസിസ്റ്റൻസി ആണ്. അതായത് ബൗദ്ധികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, സ്ഥിരത അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് പീപ്പിൾ സീക്ക് ഇൻഫർമേഷൻ ദാറ്റ് റീഇൻഫോഴ്സസ് ദെയർ വേൾഡ് വ്യൂ to maintain and sense cognitive comfort to and avoid discomfort. അതായത് നമുക്ക് കോഗ്നിറ്റീവ്ലി ബൗദ്ധികമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളതിനെ സ്വീകരിക്കുകയും അതർ തിങ്സിനെ നമ്മൾ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ദെൻ അവോയ്ഡൻസ് ഓഫ് കോൺട്രഡിക്ടറി ഇൻഫർമേഷൻ. നമ്മൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ വൈരുദ്ധ്യപരമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ നമ്മൾ റിജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഇൻഡിവിജ്വൽ ഓഫൺ ഇഗ്നോർ ടു ഡിസ്മിസ് ഒപ്പോസിംഗ് വ്യൂ പോയിന്റ് ടു പ്രൊട്ടക്ട് ദെയർ എസ്റ്റാബ്ലിഷ്ഡ് ഒപ്പീനിയൻ. നമ്മളുടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസിനെ നമ്മൾ നിലനിർത്തുന്ന രീതിയിലേ നമ്മളൊരു പ്രോഗ്രാമിനെ വീക്ഷിക്കാറ്. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആഭിമുഖ്യം ഇപ്പൊ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ നമുക്കൊരു ഇടതുപക്ഷ അല്ലെങ്കിൽ വലതുപക്ഷ ആഭിമുഖ്യമായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരാൾക്ക് അതിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കരിവാരി തേക്കുന്ന അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് പറയുന്ന ഏതൊരു ന്യൂസിനെ ചിലപ്പോൾ അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം, എന്തായാലും അവരതിനെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. അത് ഈവൻ അത് ശരിയാണെങ്കിൽ പോലും അതിനെ അവര് ബോധപൂർവം അതിനെ അവർ അവോയ്ഡ് ചെയ്യും. കാരണം അവര് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന മൈൻഡ് അല്ലെങ്കിൽ അവര് ഓൾറെഡി കൊണ്ടുപോകുന്ന അവരുടെ ആറ്റിറ്റ്യൂഡും ബിലീഫും അതിനെതിരായിട്ടുള്ളതിനെ സ്വീകരിക്കാൻ അവർ തയ്യാറാവില്ല. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഇരിക്കട്ടെ, നമ്മൾ എന്താണോ നമ്മളുടെ പ്രീ റിക്വസിറ്റ്സ് അതിനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ദെൻ കൺഫർമേഷൻ ബയാസ് മറ്റൊരു ഫീച്ചറാണ് കൺഫർമേഷൻ ബയാസ്. സെലക്റ്റീവ് എക്സ്പോഷർ ഓഫൺ ലീഡ് ടു ദ കൺഫർമേഷൻ ബയാസ് where individuals give more weight to information supporting their views and less contradicting evidences. അതായത് നമുക്ക് ഇത്രയും ലഭിക്കുന്ന വിവരങ്ങൾ അതിന്റെ ശരി തെറ്റുകളെ ഒന്നും ഒരു പരിധിക്കപ്പുറം നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ശരി തെറ്റുകളെ കൂടുതൽ ചികഞ്ഞ് ഒരു എന്താണ് ശരി, നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് നമുക്ക് എന്താണോ നമ്മളുടെ മുൻപേ ഉള്ള ധാരണ അതിൽ തുടരാനാണ്, അതിൽ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് ആ ഒരു കൊക്കൂൺ പൊട്ടിച്ച് പുറത്തു വരാൻ ഒരു ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലാണ് വരുന്നത്. ദെൻ മറ്റൊന്നാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ. അടുത്ത കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെലക്റ്റീവ് പെർസെപ്ഷൻ ആണ്. സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ it's a cognitive bias where individuals interpret, process and recall information in a way that align with their existing beliefs, values, expectation while ignoring or minimizing contradictory informations. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ട് വളരെയേറെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് ബയാസ് ആണ്. അവിടെ സംഭവിക്കുന്നത് ഈ വ്യക്തി അയാൾ കേൾക്കുന്ന ഒരു ഇൻഫർമേഷനെ, അത് മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അതിപ്പോ ഒരു ന്യൂസ് ചാനലിൽ എടുത്തു നോക്കൂ, നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസ് അതിന് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതും നമ്മൾ അതിനെ മനസ്സിൽ പ്രോസസ് ചെയ്യുന്നതും നമ്മൾ എന്താണ് അതിന്റെ മുൻപ് കേട്ടിട്ടുള്ള ന്യൂസുകളെ അല്ലെങ്കിൽ വിവരങ്ങളെ നമ്മൾ റീകോൾ ചെയ്യുന്നത്, ചിന്തിച്ചെടുക്കുന്നതും എല്ലാം തന്നെ നമുക്ക് നിലവിലുള്ള വിശ്വാസങ്ങളെയും
നമ്മളുടെ ബിലീഫിനെയും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ളതിനെ നമ്മൾ മെല്ലെ അങ്ങ് ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഇതാണ് ഈ ഒരു പെർസെപ്ഷനിൽ പറയുന്നത്. അപ്പൊ ഫിൽട്ടറിങ് ഇൻഫോർമേഷൻ, ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ഫിൽട്ടറിങ് ഇൻഫർമേഷൻ. നമ്മുടെ മൈൻഡിനെ ഒരു സീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ഒരു സീവ് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത് പോലെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് അവിടെ ആളുകൾ ന്യൂസിനെ എടുക്കുന്നത്. അതായത് പീപ്പിൾ ഫോക്കസ് ഓൺ ആസ്പെക്ട് ദാറ്റ് ദ ഇൻഫർമേഷൻ that confirm their views while disagreeing and conflicting data. എന്ന് വെച്ചാൽ നമ്മൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ മെല്ലെ അരിച്ചെടുത്തിട്ട് അങ്ങ് ഒഴിവാക്കി കളയുകയാണ് ചെയ്യുന്നത്. ദെൻ സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇവിടെ ഒരു സെയിം മെസ്സേജ് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഡിഫറെന്റ് ആളുകൾ ഡിഫറെന്റ് രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു ന്യൂസ് വരുമ്പോൾ അതില് ഇപ്പൊ ഒരു കേസ് വരുന്നു, അതില് ഒരാൾ കേസ് കൊടുത്ത വ്യക്തിയും ഒരാള് അതില് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയും ഉണ്ടായിരിക്കും. അപ്പോ നമ്മള് എല്ലായ്പ്പോഴും ജനങ്ങൾ മുഴുവൻ വാദിയുടെ കൂടെ നിൽക്കണമെന്നില്ല, ആളുകൾ മുഴുവൻ പ്രതിയുടെ കൂടെയും നിൽക്കണമെന്നില്ല. നമുക്കതില് ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അതിൽ രണ്ട് പക്ഷത്തേക്കും ആളുകളെ നിർത്താൻ ഉള്ള കാരണമാകാറുണ്ട്. ബിക്കോസ് നമ്മുടെ ഇൻഡിവിജ്വൽ ബയാസസ് ആണ് അതില് വരുന്നത്. നമുക്ക് ചിലപ്പോ എല്ലാവരും എല്ലാത്തിനെയും ഒരുപോലെയല്ല കാണുന്നത്. ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് നടക്കുന്ന പല സംഭവ വികാസങ്ങളിലും ഇരുപക്ഷത്തും ആളുകൾ നിൽക്കുന്നത് കാണാം. അപ്പൊ അത് വ്യക്തികളുടെ താല്പര്യം അനുസരിച്ചാണ്. ദെൻ മെമ്മറി ബയാസ്, അതായത് ഇൻഡിവിജ്വൽ ടെൻഡ് ടു റിമെമ്പർ ഇൻഫർമേഷൻ ദാറ്റ് സപ്പോർട്ട് ദെയർ ബിലീഫ്സ് മോർ ദാൻ വിവിഡ്ലി ദാൻ ഒപ്പോസിംഗ് ഫാക്ട്. ഇപ്പൊ നമുക്ക് മെമ്മറി ബയാസ്, നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള വിവിഡ് ആയിട്ടുള്ള ഫാക്ടുകൾ, ഒപ്പോസിംഗ് ഫാക്ടുകൾ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ മെമ്മറിയെയാണ് അവിടെ സ്വീകരിക്കുന്നത്. അതായത് മുൻപ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇപ്പോ കോൺട്രഡിക്ടറി ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മുൻപുള്ള ഭൂതകാലത്തിന്റെ ആ നന്മയിൽ നമ്മൾ അഭിരമിക്കുന്നു. അതാണ് ഈ മെമ്മറി ബയാസ് എന്ന് പറയുന്നത്. Then next is selective retention ആണ്. Selective retention എന്ന് പറയുന്നത് is a psychological concept referring to the tendency of individual to remember information that align with their beliefs, values, interest, forgetting or disgracing information that contradiction them. Then it plays a significant role in shaping perceptions, attitudes and long-term memory. ഇവിടെ പറയുന്നത് അതായത് നമ്മളുടെ ഒരു സെലക്റ്റീവ്, ഇതിനെ നമുക്ക് സെലക്റ്റീവ് നിലനിർത്തൽ എന്നൊക്കെ പറയാം അല്ലെ. ഒരു സെലക്റ്റീവ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക, അതായത് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തി കൊണ്ടുപോവുക. ഇവിടെ വ്യക്തികളുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും അവരുടെ താല്പര്യങ്ങളും ഇതുമൊക്കെയായി പൊരുത്തപ്പെടുന്ന വിവരങ്ങളെ മാത്രം ഓർമ്മിച്ചെടുക്കുന്ന ഒരു പ്രവണത. ഇതിനെ സൂചിപ്പിക്കുന്നത് ഇതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ആശയമാണ്. അതേസമയം അവർക്ക് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വിരുദ്ധമായ വിവരങ്ങളെ ബോധപൂർവം തന്നെ മറക്കുകയോ അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതില് ധാരണകളും മനോഭാവങ്ങളും ഒക്കെ ഒരു ലോങ് ടേം മെമ്മറിയുടെ രൂപത്തിലാണ് രൂപപ്പെടുത്തി വെക്കുന്നത്. ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ലോങ് ടേം മെമ്മറീസ് ആണെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മെമ്മറി ബയാസ് ആണ്. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ് സ്റ്റോർ റീകോൾ ഇൻഫർമേഷൻ, അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷനെ റീകോൾ ചെയ്തിട്ടാണ് അവര് ആക്ട് ചെയ്യുന്നത്. ദെൻ സബ്ജക്റ്റീവ് റീകോള് എന്ന് വെച്ചാല് ഒരു സെലക്റ്റീവ് റിറ്റൻഷൻ ലീഡ്സ് ടു എ ഡിസ്റ്റോർട്ടഡ് മെമ്മറീസ് വേർ പീപ്പിൾ റിമെമ്പർ സർട്ടൻ ആസ്പെക്ട് ഓഫ് an event or message but not others. നമ്മൾ മറ്റുള്ളവരുടേതല്ല, എപ്പോഴും നമ്മളുടെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള മെമ്മറി മാത്രമാണ് നമ്മൾ റീകോൾ ചെയ്യുന്നത്, മറ്റുള്ളവരെ ഒന്നും നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ഇമോഷൻ ആൻഡ് റെലവൻസസ്. ഇവിടെ നമ്മൾ നമ്മുടെ മെമ്മറിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷന്റെ, ഈ മെമ്മറിയിലുള്ളത് നമ്മുടെ ചില വൈകാരികമായിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും. സോ ഈ ഇമോഷനെ നമ്മൾ ഇമോഷന്റെ മേലിൽ നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഇമോഷണലി ചാർജ്ഡ് ഓർ പേഴ്സണലി റെലവെന്റ് ഇൻഫോർമേഷൻ ഈസ് മോർ ലൈക്ലി ടു ബി റിറ്റൈൻഡ്. നമുക്ക് ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു നോളജിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു തോന്നലിനെ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനെ നമ്മൾ എന്നും നിലനിർത്താനുള്ള ഒരു പ്രവണത. കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷവും ചില
ന്യൂസുകൾ, പണ്ട് നമ്മൾ കുഞ്ഞുനാളിൽ കേട്ട ചില ന്യൂസുകൾ നമ്മൾ ഇപ്പോഴും റീകോൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ആർ ഇമോഷണലി ചാർജഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ മെമ്മറി. അപ്പൊ നമുക്കൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ. ചില നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുള്ള ചില ന്യൂസുകൾ നമ്മളെ വളരെയേറെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്തിട്ടുള്ള ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്തിട്ടുള്ള ന്യൂസ് ആയിരിക്കാം. അപ്പൊ ആ ന്യൂസ് നമ്മൾ എന്നും ഓർത്തിരിക്കും. അതിൽ ചില ഫോട്ടോസ്, പത്രത്തിലൊക്കെ വന്ന ചില ഫോട്ടോസ്, അല്ലെങ്കിൽ നമ്മൾ ന്യൂസിൽ വന്നിട്ടുള്ള ചില വീഡിയോസ്, ഇതൊക്കെ നമ്മളെ എക്കാലവും അത് പോസിറ്റീവ് ആകാം, either പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നമ്മളെ അത് ചാർജ് ചെയ്ത് എന്നും നിലനിൽക്കും. അപ്പൊ നമ്മൾ അതിനെ എപ്പോഴും സ്വീകരിക്കുകയും ചെയ്യും. ദെൻ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി ആണ് മറ്റൊന്ന്. കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി എന്ന് പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ തിയറിയാണ്. ഇത് ലിയോൺ ഫെസ്റ്റിംഗർ ആണ് 1957 ലിയോൺ ഫെസ്റ്റിംഗർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. ഇവിടെ അദ്ദേഹം ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മെന്റൽ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡിസ്കംഫർട്ട് അല്ലെ, നമുക്കൊരു അതുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് വെൻ എ പേഴ്സൺ hold two or more contradictory beliefs, values or attitudes simultaneously. അപ്പോൾ ഒരേ സമയം simultaneously രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വിഷൻസിനെ ഒരു വ്യക്തി സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് ഒരു വ്യക്തി ജീവിക്കുന്നതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ബിലീഫ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ഇതിനെയൊക്കെ നമ്മൾ അവരുടെ ബിഹേവിയറൽ കോൺഫ്ലിക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ, അതിനെയൊക്കെ നമ്മുടെ ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു കോൺട്രഡിക്ടറി വാല്യൂസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. ദിസ് ഡിസ്കംഫോർട്ട് മോട്ടിവേറ്റ്സ് ഇൻഡിവിജ്വൽ ടു റെഡ്യൂസ് ദെയർ ഇൻകൺസിസ്റ്റൻസി ടു റീസ്റ്റോർ സൈക്കോളജിക്കൽ ഹാർമണി. അപ്പൊ നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ ഹാർമണിയെ റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇത്തരം ഡിസ്കംഫർട്ട് മോട്ടീവ്സ് നമുക്ക് ഒരു വിവരത്തെ അല്ലെങ്കിൽ വരുന്ന ഒരു ഡാറ്റയെ, ഒരു ഇൻഫർമേഷനെ നമ്മൾ നമ്മുടെ മൈൻഡിൽ സൂക്ഷിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടതിന് മാത്രമല്ല, അതായത് നമുക്ക് പോസിറ്റീവ്ലി ചാർജ് ചെയ്തിട്ടുള്ളതിന് മാത്രം സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളും വാല്യൂസുമായിട്ട് ഒത്തുപോകുന്നതിനെ മാത്രം സൂക്ഷിക്കുകയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു കോഗ്നിറ്റീവ് ലെവലിലുള്ള ഒരു അസിമിലേഷൻ അല്ല. അപ്പോ ഇവിടെ ഒരു കോഗ്നിറ്റീവ് ഹാർമണി, ബാലൻസ്, ഒരു സൈക്കോളജിക്കൽ ഹാർമണി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകള് സഹായകമാണ്. കാരണം നമ്മൾ ഇവിടെ ഗുണവും ദോഷവും എടുക്കുന്നുണ്ട്. മറ്റേ നമ്മൾ എന്താ ചെയ്യുന്നത്, മുൻപേ പറഞ്ഞ സിദ്ധാന്തങ്ങളിലെല്ലാം തന്നെ നമുക്ക് വേണ്ടതിന് മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പക്ഷെ അതല്ല, റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അനുഗുണമായിട്ടുള്ളതും പ്രതിഗുണമായിട്ടുള്ളതും ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.